ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 19ാമത്തെ ശ്ലോകമാണ്. അജാനതാം ത്വത്പദവീമനാത്മന്യാത്മാത്മനാ ഭാസി വിദത്യമായാം സൃഷ്ടാവിവാഹം ജഗതോ വിധാനേ ഇവ ത്വമേഷോന്ത ഇവ ത്രിനേത്ര. നമ്മൾ കഴിഞ്ഞ 3 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ മായയെക്കുറിച്ചാണ് വർണ്ണിച്ചതെങ്കിൽ ഇനിയുള്ള 2 ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാനെ പല ഭാവങ്ങളിൽ നമ്മളൊക്കെ കാണുമ്പോഴും അത് ഈ മായയുടെ നിബന്ധനം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് സ്ഥാപിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഇനിയുള്ള 2 ശ്ലോകങ്ങൾ. മായയെക്കുറിച്ച് കഴിഞ്ഞ 3 ശ്ലോകങ്ങളിൽ നമുക്ക് പറഞ്ഞു എന്താണ് മായ. നമുക്ക് ഈ കാണുന്ന ചുറ്റിനും കാണുന്നതൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോഴും ഇവയുടെയൊക്കെ യഥാർത്ഥ നിലനിൽപ്പ് ഭഗവാനെ അങ്ങയിൽ തന്നെയാണ്. ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ വെറും മായയാണ് എന്ന് നമുക്ക് പല ഉദാഹരണങ്ങളിലൂടെ ബ്രഹ്മാവ് പറഞ്ഞു തന്നു. ഇനിയും ഇതൊക്കെ മായയാണ്, ഭഗവാൻ ഒന്നാണെങ്കിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ ഭഗവാനെ നമ്മൾ കാണുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അജാനതാം ത്വത് പദവീം അനാത്മന്യാത്മാത്മന. അജാനതാം അറിവില്ലാത്തവർക്കായിക്കൊണ്ട്, ത്വത് പദവീം അനാത്മന്യാത്മാത്മന. ത്വത് പദവീം അനാത്മനി ആത്മാ ആത്മന. ഇങ്ങനെ 4 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ത്വത് പദവീം, അതായത് അങ്ങയുടെ ആ ഒരു പദവിയെ അഥവാ പരമാർത്ഥ സ്വരൂപത്തെ അറിയാത്തവർക്കായിക്കൊണ്ട്, ത്വത് പദവീം അനാത്മനി, അതായത് ഈ പ്രകൃതിയിൽ ആത്മാ കുടികൊള്ളുന്ന അല്ലയോ ഭഗവാനെ അവിടുന്ന്, ആത്മന ആത്മാവിനാൽ തന്നെ, അതായത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഭാസി വിദത്യമായാം, ഭാസി ശോഭിക്കുന്നു, വിദത്യമായാം മായയെ വിസ്തരിച്ചിട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇരിക്കുമ്പോഴും ഭഗവാനെ അങ്ങയുടെ ആ ഒരു പരമാർത്ഥ സ്വരൂപത്തെ അറിയാത്ത അജ്ഞാനികൾക്ക്, അറിവില്ലാത്തവർക്ക്, ഈ പ്രകൃതിയിൽ മുഴുവൻ കുടിയിരിക്കുന്ന അവിടുന്ന്, അഥവാ ഈ പ്രകൃതി മുഴുവൻ യാതൊന്നിലാണോ നിലനിൽക്കുന്ന അവിടുന്ന് നമ്മുടെ ആത്മാവിനാൽ തന്നെ, നമ്മുടെ ആ ഒരു ബോധത്തിനാൽ തന്നെ നമ്മളെ അത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇതെല്ലാം അവിടുത്തെ മായയാണ് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നമ്മുടെ നല്ല ബുദ്ധി എപ്പോഴാണോ ഭഗവാനിങ്കലുള്ള ഒരു വിചാരം, ഒരു താല്പര്യം, ഒരു അടുപ്പം എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്, അപ്പോൾ ആ ബോധത്തിലൂടെ തന്നെ, ആ വിചിന്തനത്തിലൂടെ തന്നെ ഭഗവാൻ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഭഗവാൻ എന്നത് ഇങ്ങനെ ഈ ഒരു പരിമിതമായ ലോകത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിൽക്കുന്ന ഒന്നല്ല എന്ന് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ആ ബോധ്യപ്പെടുത്തി തരുന്ന ഭഗവാൻ സൃഷ്ടാവിവാഹം ജഗതോ വിധാന. സൃഷ്ടൗ ഇവ അഹം, ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെ വരുന്നത്. സൃഷ്ടാവിവാഹം, സൃഷ്ടൗ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയില്ല, സൃഷ്ടി ചെയ്യുന്ന സമയത്ത്, ഇവ അഹം, അഹം എന്നാൽ ഞാൻ, ഇവ എന്ന് പറഞ്ഞാൽ എന്ന പോലെ. അപ്പോൾ ബ്രഹ്മാവ് പറയാ സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ന പോലെയും, അതായത് ബ്രഹ്മാവും ഭഗവാൻ തന്നെയാണ്, ഭഗവാനിൽ നിന്ന് വ്യത്യസ്തനല്ല. പക്ഷെ നമ്മളെപ്പോലെയുള്ള അജ്ഞാനികൾക്ക് സൃഷ്ടി ചെയ്യുന്നത് ബ്രഹ്മാവാണ് എന്നൊരു തോന്നൽ ഭഗവാൻ ഉളവാക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊരു തോന്നലാണുള്ളത്. അത് പക്ഷെ ബ്രഹ്മാവ് പറയണം അതും ഭഗവാൻ തന്നെയാണ്, ഞാൻ എന്ന പോലെ ഭഗവാൻ സൃഷ്ടി ചെയ്യുന്നത്. പിന്നെയോ ജഗതോ വിധാന, വിധാന എന്ന് പറഞ്ഞാൽ
പാലനം ചെയ്യുക, പരിപാലനം ചെയ്യുക. ആ പരിപാലനത്തിൽ ഇവ ത്വമേഷോന്ത ഇവ ത്രിനേത്രഃ. അപ്പോൾ ഈ ജഗത്തിൻ്റെ സൃഷ്ടിയിൽ ഭഗവാനെ അവിടുന്ന് ഞാനെന്ന ഭാവത്തിൽ ബ്രഹ്മാവിൻ്റെ രൂപം കൈക്കൊണ്ടുകൊണ്ട് സൃഷ്ടി നടത്തുന്നു. പാലനം ചെയ്യുമ്പോൾ അവിടുന്ന് ത്വം ഏഷോന്ത, ത്വം ഏഷ അന്തഃ. ഏഷ ത്വം എന്ന് പറഞ്ഞാൽ ഈ അങ്ങ് തന്നെയായിട്ട്, അതായത് മഹാവിഷ്ണു രൂപത്തിൽ അവിടുന്ന് പരിപാലനം നടത്തുന്നു. അന്തേ അവസാനം ഇവ ത്രിനേത്രഃ, ത്രിനേത്രഃ മുക്കണ്ണനായിട്ട് സാക്ഷാൽ പരമേശ്വരൻ എന്ന പോലെയും അവിടുന്ന് ഭഗവാനെ ശോഭിക്കുന്നു. അപ്പോൾ ഇത് മൂന്നും മൂന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ബ്രഹ്മാവ് നമ്മളോട് പറയും ഈ രൂപത്തിലൊക്കെ ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മാവിന് ആ ബോധ്യം പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കുന്നു. തൻ്റെ രൂപത്തിലിരുന്നു കൊണ്ട് താൻ സൃഷ്ടി ചെയ്യുന്നു, താൻ ഈശ്വരനാണ് എന്നുള്ള ഒരു അബദ്ധ വിചാരത്തിലായിരുന്നു ബ്രഹ്മാവ് ഭഗവാനെ പരീക്ഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ചത്. ആ മായയാൽ മോഹിക്കപ്പെട്ട ബ്രഹ്മാവ് ഇന്ന് തിരിച്ചറിയുന്നു, ഞാനെന്ന ഈ രൂപത്തിൽ കുടികൊള്ളുന്നതും ഭഗവാൻ തന്നെയാണ്, നടക്കുന്നതെല്ലാം അവിടുത്തെ മായയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ബ്രഹ്മാവിന്. ഇന്ന് അത് ബോധ്യപ്പെട്ട ബ്രഹ്മാവ് നമുക്ക് പറഞ്ഞു തരികയാണ്, ഈ മൂന്ന് ഭാവത്തിലും ഇതുണ്ടെന്ന് തോന്നുന്നതൊക്കെയും ഭഗവാൻ മാത്രമാണ്. ഭഗവാൻ മാത്രമേ ഇവിടെയുള്ളൂ. അത് ആദിയിലും അന്തത്തിലും മധ്യഭാഗത്തും ഒക്കെയും ഭഗവാൻ ഒന്ന് മാത്രമേയുള്ളൂ. ആദിയിൽ ഭഗവാൻ ആ പരമ സത്യസ്വരൂപനായിട്ട് ശുദ്ധബുദ്ധ സ്വരൂപമായിട്ട് ഭഗവാൻ കുടികൊള്ളുന്നുണ്ടെങ്കിൽ ബ്രഹ്മാവിൻ്റെ സ്വരൂപം സ്വീകരിച്ച് സൃഷ്ടികർമ്മങ്ങളിലൂടെ കടക്കുമ്പോൾ പരിപാലനത്തിനായിക്കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ രൂപം കൈക്കൊള്ളുന്നു. ഒടുവിൽ വീണ്ടും ഇവയെല്ലാം തന്നിലേക്ക് തന്നെ അങ്ങോട്ട് ചേർത്ത് വയ്ക്കുന്നതിന് ഭഗവാൻ പരമേശ്വരൻ്റെ ഭാവത്തെയും സ്വീകരിക്കുന്നു. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഒന്നും ഒന്നിൽ നിന്നും ഭേദമല്ല. അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് നമുക്കറിയാം, രാവിലെ നമ്മൾ മനുഷ്യർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഇപ്പോൾ ഒരമ്മ അല്ലെങ്കിൽ അച്ഛൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ മാതൃഭാവത്തിൽ അല്ലെ എല്ലാം ഉണ്ടാക്കുന്ന ഒരമ്മയുടെ തന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റെല്ലാം പാചകം ചെയ്യുക തുടങ്ങി കുട്ടികൾക്ക് വേണമെന്നൊക്കെ ആക്കുക. അപ്പോൾ അവിടെ ആ ഒരു ക്രിയേറ്റീവ് മെൻറ്റാലിറ്റിയുള്ള ഒരു സ്ത്രീയായിട്ടാണ് അവിടെ ആ അമ്മ വർത്തിക്കുന്നത്. പിന്നീട് ഓഫീസിൽ പോയാൽ അവിടെ മറ്റൊരു രൂപമായിരിക്കും. ഇനി ജോലിക്ക് പോകാത്ത വീട്ടമ്മമാരാണെങ്കിലും അതിനുശേഷം അവർക്ക് മറ്റു പല കാര്യങ്ങളിലും അവർ വ്യാപൃതരാണ്. അപ്പോൾ അവരുടെ ഭാവം മാറും. അതിനുശേഷം വൈകുന്നേരമാകുമ്പോൾ വീണ്ടും തന്നിലേക്ക് തന്നെ എല്ലാത്തിനെയും ചേർക്കുന്നതിന് ആ അന്ത്യയാമത്തോടടുക്കുമ്പോൾ വീണ്ടും ഭക്ഷണമൊക്കെ കൊടുത്ത് തൻ്റെ കുട്ടികളെ ഊട്ടി ഉറക്കുന്നതിനും ഒക്കെയായിട്ട് വീണ്ടും തന്നിലേക്ക് തന്നെ അടുപ്പിക്കുന്നതിന് ആ അമ്മ മറ്റൊരു ഭാവം, വാത്സല്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഭാവം കൈക്കൊള്ളുന്നു. രാവിലെ ചിലപ്പോൾ ആ സൃഷ്ടികർമ്മം കുറെ കൂടി രജോ ഗുണപ്രധാനമാകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ കുട്ടികളെ വഴക്ക് പറഞ്ഞേണ്ടി വന്നു എന്ന് വരാം. ഇല്ലെങ്കിൽ തിരക്കിനിടയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ടു എന്ന് വരാം. ഒരേ ആളിന് തന്നെ മൂന്ന് നേരങ്ങളിൽ മൂന്ന് ഭാവം കൈക്കൊള്ളുന്നത് പോലെ ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. നമ്മൾ ഓരോരുത്തരിലൂടെയും നമ്മൾ കാണുന്നതാണ്. ഇതാണ് ഭഗവാൻ ചെയ്യുന്നത്. തുടക്കത്തിൽ ഒന്ന് മാത്രമായിട്ടുള്ള ഭഗവാൻ ആ സൃഷ്ടികർമ്മം തുടങ്ങുമ്പോൾ അല്ലേ, രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് നമ്മളല്ലാതായി മാറുന്നു. ഏതൊരു പരമാനന്ദ സത്യത്തിൻ്റെ ഭാഗമാണോ നമ്മൾ, ആ സത്യത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഉണരുമ്പോൾ മുതൽ നമ്മുടെ ഉള്ളിലെ രജോ ഗുണം വർദ്ധിക്കുന്നു. ബ്രഹ്മാവിനെ പോലെ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ മുഴുകുന്നത് പോലെ
വീട്ടിലെ ഓരോരോ കർമ്മങ്ങളിൽ ഓരോന്നിനുമുള്ള തയ്യാറെടുപ്പുകളാണ്. പുതിയത് ഉണ്ടാക്കുകയാണ്, ഓരോന്നോരോന്ന് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ കർമ്മങ്ങളിൽ വ്യാപൃതയാകുന്നു. പിന്നീട് അവയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മധ്യഭാഗം. ഒടുവിൽ എല്ലാം തന്നോട് ചേർത്ത് ആ പരമാനന്ദ സത്യത്തിലേക്ക് ലയിപ്പിക്കുന്നതിന് മറ്റൊരു ഭാവത്തെ കൈക്കൊള്ളുന്നത് പോലെ ഭഗവാനും ഇവിടെ വിവിധ ഭാവങ്ങളിൽ വിവിധ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ പല രൂപങ്ങളും നാമങ്ങളും സ്വീകരിക്കുന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്നു എന്ന് മാത്രം. ഈ രൂപങ്ങളിലും നാമങ്ങൾക്കും പിന്നിലുള്ളത് ഒരേ ഒരു ഭഗവാൻ തന്നെയാണ്. അതിന് മാറ്റം വരുന്നില്ല എന്ന് മാത്രം. കർമ്മത്തിനനുസരിച്ച് ഓരോരോ നേരങ്ങളിലും സമയങ്ങളിലും ഭഗവാൻ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് നമ്മൾ അതിനെ പല പേരുകൾ നൽകി ഉപാസിക്കുന്നു എന്ന് മാത്രം. എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ബ്രഹ്മാവ് പറയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനെന്ന എൻ്റെ രൂപം കൈക്കൊണ്ട് എൻ്റെ ഭാവത്തോടു കൂടി ഭഗവാൻ സൃഷ്ടികർമ്മങ്ങൾ ചെയ്യുന്നു. അതായത് ഞാനും ഭഗവാനും ഒന്നാണ്, എൻ്റെ അവിവേകം കൊണ്ട് ഞാൻ വേറെയാണെന്ന് തോന്നിയതാണ് എന്ന് ബ്രഹ്മാവ് പറഞ്ഞു തരികയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അജാനതാം ത്വത് പദവീമനാത്മന്യാത്മാത്മനാ ഭാസി വിദത്യമായാം സൃഷ്ടാവിവാഹം ജഗതോ വിധാനേ ഇവ ത്വമേഷോന്ത ഇവ ത്രിനേത്രഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ത്വത് പദവീമനാത്മന്യാത്മാത്മന, അവിടെ കഴിയുന്നതും അത് ചേർത്ത് തന്നെ വായിക്കുക. അവിടെയും ത്വത് പദവീം അനാത്മനി എന്നുള്ളതുകൊണ്ട് മായുടെ അകാരം ശ്രദ്ധിക്കുക. അനാത്മന്യാത്മാത്മന, അനാത്മനി ആത്മാ ആത്മന, അനാത്മന്യാത്മാ, അവിടെ ന്യാ എന്ന അക്ഷരത്തിൻ്റെ അകാരം നീട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആത്മന, അവിടെ രണ്ട് വിശ്ലേഷണം വരുന്നത് കൊണ്ട് തന്നെ അകാരം നന്നായി നീട്ടിയെടുക്കണം. പിന്നെ അടുത്തത് സൃഷ്ടാവിവാഹം. സൃഷ്ടാവിവാഹമല്ല, സൃഷ്ടൗ ഇവ അഹമാണ്. സൃഷ്ടാവിവാഹം ഇവ അഹം, അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ ത്വം ഏഷോന്ത, ത്വം ഏഷ അന്താണ്. പദം പിരിക്കേണ്ട, വിശ്ലേഷണമുള്ളത് കൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക. ത്വം ഏഷോന്ത. പിന്നെ ത്രിനേത്ര, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാൻ തന്നെ ബ്രഹ്മാവിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്താ, ആ ഭഗവാന്റെ അവതാര സമയത്ത് ബ്രഹ്മാവിൻ്റെ ഉത്ഭവ സമയത്ത് തൻ്റെ തന്നെ സ്വരൂപത്തെ തേടി, തൻ്റെ തന്നെ ഉത്ഭവ സ്ഥാനത്തെ തേടി അലഞ്ഞ ബ്രഹ്മാവിനോട് ഭഗവാൻ തന്നെ പറയുകയാണ്, ഞാൻ അങ്ങേക്ക് കാട്ടിത്തന്നില്ലേ എൻ്റെ ഈ ഒരു ശുദ്ധ ചൈതന്യ സ്വരൂപത്തെ. അപ്പോൾ എൻ്റെ ഈ സ്വരൂപത്തെ കണ്ട അങ്ങേക്ക് ഈ പ്രപഞ്ചം മായയാണെന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടില്ലല്ലോ. എൻ്റെ ഈ പരബ്രഹ്മ സ്വരൂപത്തെ കണ്ടു കഴിഞ്ഞ ബ്രഹ്മാവേ, അവിടത്തേക്ക് അന്നേ മനസ്സിലായതല്ലേ ഈ പുറമേ കാണുന്നതൊക്കെ മായയാണ്, എല്ലാം ഞാൻ തന്നെയാണ്, എൻ്റെ ഉള്ളിലാണെന്ന് മനസ്സിലായതല്ലേ. പിന്നെന്താണ് അങ്ങേക്ക് അങ്ങനെ ഒരു ശങ്ക വന്നത്? എന്നെ പരീക്ഷിക്കുവാൻ അങ്ങ് ഇറങ്ങിത്തിരിച്ചത് എന്തേ ഈ മൂഢത്വം ഉള്ളിൽ ഉദിച്ചത് എന്ന് ഭഗവാൻ ഒരു പക്ഷേ ബ്രഹ്മാവിൻ്റെ മനസ്സിലിരുന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചിട്ടുണ്ടാകാം. അവിടെയാവാം ബ്രഹ്മാവിന് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായത്. വാസ്തവത്തിൽ ഒന്നു മാത്രമായിട്ടുള്ള ആ ഭഗവാൻ, ആ സത്യസ്വരൂപൻ, അറിവില്ലാത്തവർക്ക് മാത്രമാണ്, ആ സത്യസ്വരൂപനെ അറിയാൻ കഴിയാത്തവർക്ക് മാത്രമാണ് ഈ പ്രപഞ്ചരൂപത്തിലൂടെ ഭ്രമിപ്പിക്കുന്ന ഒന്നായി അറിയപ്പെടുന്നത്.
എന്നാൽ ഒരിക്കൽ ഭഗവാനെ കണ്ടവർക്ക്, അറിഞ്ഞവർക്ക് ഈ ബാഹ്യമായി കാണുന്നതൊക്കെ മായയാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ബ്രഹ്മാവേ, അങ്ങേക്ക് ഞാനിതെല്ലാം കാണിച്ചു തന്നതല്ലേ, അങ്ങേക്ക് അന്നേ മനസ്സിലായതല്ലേ പുറമേ അല്ല, ഈ പുറമേ കാണുന്നതൊക്കെ വെറും തോന്നലുകളാണ്, വെറും മായയാണ്, പുറമേ അല്ല ഞാൻ ഉള്ളതെന്ന് അന്നേ അങ്ങേക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തന്നതല്ലേ എന്ന് ഭഗവാൻ ചോദിക്കുകയാണിവിടെ ബ്രഹ്മാവിനോട്. ഈ സൃഷ്ടികർമ്മം ബ്രഹ്മാവ് ചെയ്യുന്നത് പോലും എൻ്റെ സങ്കല്പം അനുസരിച്ചല്ലേ, അതായത് ഈ ബ്രഹ്മസ്വരൂപത്തിൽ അങ്ങയെ ഞാൻ എന്നിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് ഇങ്ങനെയൊരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. അതും എൻ്റെ അനുജ്ഞയാണ്, എൻ്റെ നിശ്ചയമാണ്, എൻ്റെ സങ്കല്പമാണ്. വർത്തിക്കുന്നത് ഒരേ ചൈതന്യമാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഫാൻ കറങ്ങുന്നു, കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. തണുപ്പിക്കണമെങ്കിൽ AC വർക്ക് ചെയ്യുന്നു. ഇനിയും നമ്മൾ എന്തെങ്കിലും അരയ്ക്കണമെങ്കിൽ, കറിക്കൊക്കെ വേണ്ടി എന്തെങ്കിലും അരയ്ക്കണമെങ്കിൽ മിക്സിയെ പ്രവർത്തിപ്പിക്കുന്നു. പക്ഷേ പ്രവർത്തിപ്പിക്കുന്നതെല്ലാം ഒരേ എനർജി ആയതുപോലെ, ഒരേ ഊർജമാണെന്നതുപോലെ ഭഗവാന്റെ തന്നെ ആ ഒരൊറ്റ ചൈതന്യമാണ് ബ്രഹ്മാവായും വിഷ്ണുവായും ശിവനായും ഒക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന. ബാഹ്യമായ രൂപത്തിലും ഭാവത്തിലും നാമത്തിലും ഭേദമുണ്ടാവാം, പക്ഷെ ചൈതന്യം ഒന്ന് തന്നെയാണെന്ന് ബ്രഹ്മാവെ അന്നേ അങ്ങേക്ക് മനസ്സിലായില്ലേ എന്ന് ഭഗവാൻ ചോദിക്കുന്നതാവാം. ഏതായാലും ബ്രഹ്മാവ് തൻ്റെ തന്നെ ആ ഒരു ബോധ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്, ഭഗവാൻ ഒന്നേയുള്ളൂ, നടക്കുന്നതെല്ലാം അവിടുത്തെ സങ്കല്പമാണ്, അവിടുത്തെ നിശ്ചയമാണ് എന്ന് പറഞ്ഞു തരികയാണ്. ഇനി അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.